ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് എന്നെ തന്നെ ഞാൻ സെൽഫ് ചലഞ്ച് ചെയ്യണേ. സോ എന്നെ തന്നെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 1 month ചലഞ്ച് എടുക്കാൻ പോവുകയാണ്. എൻ്റെ ഫുഡിനെ, ഡയറ്റിനെ, റുട്ടീനെ കൺട്രോൾ ചെയ്ത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ജാനുവരി 1 ആകുമ്പോഴത്തേക്ക് വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഡിസംബർ 1 ഞാൻ എൻ്റെ ഒരു വെയിറ്റ് ലോസ് ജേണി, എൻ്റെ ഫാറ്റ് ലോസ് ജേണി, എൻ്റെ കറക്റ്റ് റുട്ടീൻ ഫോളോ ചെയ്യുന്നു, ഞാൻ ഡയറ്റ് ഫോളോ ചെയ്യുന്നു എന്നൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഞാൻ എനിക്ക് തന്നെ ഒരു സെൽഫ് ചലഞ്ചിങ് ആയിട്ട് ഒരു ഡെയിലി വ്ളോഗ് എന്ന രീതിയിൽ ഒരു വീഡിയോ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കണേ. സോ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എന്നെ തന്നെ പലതിൽ നിന്ന് കൺട്രോൾ ചെയ്യണം. ആൻഡ് ഞാനിപ്പോൾ ജിമ്മിൽ ഒരു 3-4 മാസമായിട്ട് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ്. എനിക്കതിൻ്റെ റിസൾട്ട് ഉണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ നന്നായിട്ട് തന്നെ ഫുഡ് ഇൻടേക്ക് ചെയ്യുന്നുണ്ട്. അതിൽ ജങ്ക് ഫുഡ് ഉണ്ട്, അതിൽ ഷുഗർ കണ്ടൻറ്റ് ഫുഡ് ഉണ്ട്. സോ അതൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് ഒരു ഹെൽത്തി ഒരു ഡയറ്റ് പ്ലാനിലേക്ക്, ഹെൽത്തി ഒരു ജേണിയിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ജേണിയിലേക്ക് കടക്കണ സമയത്ത് പ്രിപ്പറേഷൻ എന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. സോ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ കണ്ടീഷൻ എങ്ങനെയുണ്ട്, നമ്മുടെ ബോഡിയുടെ കണ്ടീഷൻ, അതായത് ബോഡി മെഷർമെൻറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ട്, ഹൈറ്റ്, വെയിറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. മാത്രമല്ല നമുക്ക് ഒരു കറക്റ്റ് ഡയറ്റ് ചാർട്ട് വേണം, അതിനനുസരിച്ച് ഫുഡ് ഇൻടേക്ക് ചെയ്യണം. മാത്രമല്ല നമുക്ക് ഫുഡിനുള്ള ഒരു പർട്ടിക്കുലർ ടൈം വെക്കേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ നമ്മൾ ചെയ്യണ ഒരു കാര്യങ്ങളും ഈ ഒരു ജേണി കാരണം നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. മീൻസ് നമ്മുടെ വേറെയുള്ള ഒരു കാര്യങ്ങളൊന്നും. സോ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ ഡയറ്റ്, വർക്കൗട്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മളെല്ലാം ഈ ഒരു ജേണിയിലേക്ക് ഒന്നിച്ച് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്. സോ ഇന്നത്തെ ഇതെൻ്റെ പ്രിപ്പറേഷൻ വീഡിയോ ആണ്. സോ ഞാൻ ഡിസംബർ 1 തൊട്ടിട്ട് എന്തൊക്കെയാണ് ഞാൻ എൻ്റെ ഡെയിലി, എൻ്റെ റുട്ടീന് വേണ്ടിയിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഞാൻ എന്തൊക്കെ വർക്കൗട്ട്സ് ആണ് ഞാൻ ചെയ്യണത്, ഞാൻ എന്തൊക്കെ ഫുഡാണ് ഇൻടേക്ക് ചെയ്യണേ, ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യണേ എന്നോ കാണിക്കാൻ, റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഡെയിലി വ്ളോഗ് ചെയ്യാൻ ആണ് ഉദ്ദേശിക്കണത്. സോ അത് എനിക്ക് എത്ര ദിവസം കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ലൈഫാണല്ലോ, എന്തൊക്കെയോ നടക്കാമല്ലോ. പക്ഷേ എൻ്റെ ലൈഫ് എനിക്ക് പോകുന്നിടത്തോളം എന്നെ സെൽഫ് ചലഞ്ചായി. ഞാൻ വളരെയധികം ലേസി പേഴ്സണാണ്. ലേസി മീൻസ് എത്രത്തോളം ലേസി ആണെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ റുട്ടീനൊക്കെ ആരും കേട്ട ഒരുമാതിരി അവസ്ഥയാവുന്ന റുട്ടീനൊക്കെ, എന്നൊക്കെയോ എണീക്കുന്ന, എപ്പോഴൊക്കെയോ കിടക്കണ്, എന്തൊക്കെയോ ഫുഡ് കഴിക്കുന്ന, എപ്പോഴൊക്കെയോ ജിമ്മിന് പോകണം, ഒരു റുട്ടീനായിട്ട് ഞാൻ കറക്റ്റ് ഫോളോ ചെയ്യണില്ല. സോ നമ്മുടെ ലൈഫിലേക്ക് നല്ലൊരു റുട്ടീനൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ലൈഫ് കുറച്ചും കൂടെ ബെറ്റർ ആവുമല്ലോ. സോ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ചലഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. ആൻഡ് ഇത് ഞാൻ സിൻസിയറായിട്ട് ഞാൻ ചീറ്റ് ചെയ്യില്ല. ഞാൻ എന്താണ് ഫുഡ് കഴിച്ചത് അത് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യണമായിരിക്കും. എന്താണ് വർക്കൗട്ട് ചെയ്ത് അത് ഞാൻ സെക്ഷൻ വൈസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അതാണ് ഇന്നത്തെ എൻ്റെ വ്ളോഗ്. പ്രിപ്പറേഷനാണ്. സോ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇന്നലെ നല്ല ജിമ്മിൽ പോയിട്ട് നല്ല പണിയെടുത്തിട്ടുണ്ടെന്ന്. ഇന്ന് രാവിലെ എനിക്ക് ഒട്ടും എണീക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒട്ടും എണീക്കാനൊന്നും പറ്റണില്ല. പക്ഷേ ഞാൻ എങ്ങനെയൊക്കെ എന്നെ കുത്തിപ്പൊക്കി എണീട്ട്. ബിക്കോസ് ഇന്ന് റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എല്ലാ കാര്യങ്ങളും ജിമ്മിൽ പോയിട്ട് മെഷർ ചെയ്യണം. സോ അതിൻ്റെ മുന്നേ നമുക്കിപ്പോൾ എൻ്റെ ബോഡി എങ്ങനെയാണ് ഇരിക്കണേ നോക്കാം. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ബോഡിയുടെ അവസ്ഥ. ചെറുതായിട്ട് ഷേപ്പൊക്കെ വരുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫാറ്റ് ഉണ്ട്. ചെസ്റ്റ് ഫാറ്റ് ഉണ്ട്, ആബ്സിന് ഫാറ്റ് ഉണ്ട്, സൈഡ് ഫാറ്റ് ഉണ്ട്. സോ അത്യാവശ്യം ഫാറ്റൊക്കെ ഉണ്ട്, ടൈ ഫാറ്റ് ഉണ്ട്. സോ ഇതാണിപ്പോൾ. സോ ഞാൻ ജിമ്മിന് പോകാൻ റെഡിയായി. ഇന്ന് ഞാൻ വർക്കൗട്ടൊന്നും ചെയ്യണില്ല. നാളെ ഫ്രഷ് ആയിട്ട്, അതായത് ഡിസംബർ 1 ഞാൻ എൻ്റെ ഈ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യണത്. സോ ഇന്ന് ഞാൻ ജിമ്മിന് പോണത് എൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അതിലുള്ള ചേഞ്ചസ് നമുക്ക് വിസിബിൾ ആണോ നോക്കാം. ഞാൻ കതിരൂർ ബാങ്കിൻ്റെ അണ്ടറിൽ വരുന്ന ജിമ്മിലാണ് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ജിമ്മിൻ്റെ ഹോൾ സ്പേസ് വരണത്.
കമ്പാരിറ്റീവ്ലി ഇവിടെ ജിം സ്പേസ് ചെറുതാണെങ്കിലും എനിക്ക് ആവശ്യമുള്ള എല്ലാം ഇവിടെ ഉണ്ട്. ഞാൻ വർക്ക്ഔട്ട് ചെയ്യുന്നത് ലേഡീസ് ടൈമിങ്ങിലാണ്. കഴിഞ്ഞ 2 മാസം മുന്നേ ഞാൻ എൻ്റെ ബോഡി മെഷർമെന്റ്സ് മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് ആ ഒരു മെഷർമെന്റ് വെച്ചിട്ടാണ് ഇന്നത്തെ ഈ ബോഡി മെഷർമെന്റ് കമ്പയർ ചെയ്യുന്നത്. ഇതാണ് ഇന്ന് ഞാൻ റെക്കോർഡ് ചെയ്ത ബോഡി മെഷർമെന്റ്. കഴിഞ്ഞ മന്തുമായിട്ട് വലിയ ഡിഫറൻസ് ഒന്നും കാണുന്നില്ല. ഇനി നെക്സ്റ്റ് ഹൈറ്റ് മെഷർ ചെയ്യുന്നുണ്ട്. ഓൾറെഡി എൻ്റെ ഹൈറ്റ് എനിക്കറിയാം, എന്നാലും അതിൽ വലിയ ഡിഫറൻസ് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് മെഷർ ചെയ്തിട്ട് എൻ്റെ ഹൈറ്റ് വന്നേക്കുന്നത് 162 ആണ്. നെക്സ്റ്റ് ഞാൻ ചെക്ക് ചെയ്യണ വെയിറ്റ് ആണ്. ബിക്കോസ് എപ്പോഴും വെയിറ്റ് ആണ് എനിക്ക് വേരി ചെയ്തിരിക്കണേ. വർക്കൗട്ടിന് മുന്നേയും വർക്കൗട്ടിന് ശേഷം വരെ എനിക്ക് വെയിറ്റ് വേരി ചെയ്യാറുണ്ട്. സോ ഇന്നത്തെ എൻ്റെ വെയിറ്റ് വന്നിട്ട് 71.5 ആണ്. എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തപ്പോഴാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് എൻ്റെ സമയം ബാക്കിയുണ്ട്. പിന്നെ എൻ്റെ പാർട്ട്നേഴ്സ് ആണെങ്കിൽ ഇന്ന് ഞാൻ വർക്കൗട്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ അവർക്ക് മൂഡില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് കാർഡിയോസ് ഒക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് കാർഡിയോസിനെക്കാളും വെയിറ്റ് ട്രെയിനിങ് ആണ് വെയിറ്റ് ലോസിന് ബെറ്റർ എന്ന്. പക്ഷെ എൻ്റെ ഒരു ബോഡി ഇനീഷ്യൽ സ്റ്റേജിലൊന്ന് ടോൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കാർഡിയോ എനിക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സൂംബ എനിക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു ജിമ്മിൽ പോണ സമയത്ത് നമ്മളൊരു ഡയറ്റ് ഫോളോ ചെയ്യുന്ന സമയത്ത് കേരള സ്റ്റൈൽ ഫുഡൊക്കെ കട്ട് ചെയ്തിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുന്ന സമയത്ത് അത് നിർത്തി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വെയിറ്റ് ഗെയിൻ ആവില്ലേ. പക്ഷേ എൻ്റെ ഡയറ്റിൽ വരുന്നത് നമ്മൾ 3 നേരം കഴിക്കുന്ന ഫുഡ് തന്നെ ഒരു ഡയറ്റ് ചാർട്ട് എന്ന രീതിയിൽ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. നെക്സ്റ്റ് ഞാൻ ചെയ്തേക്കണം എൻ്റെ വെയിറ്റ് ഹൈറ്റും വെച്ചിട്ട് ഞാൻ BMI കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ എൻ്റെ ഐഡിയൽ വെയിറ്റ് പറയണത് 47 to 63 വരെയാണ്. സോ നമ്മൾ ഇന്ന് ഇവിടുന്ന് മെഷർമെൻറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇന്ന് വർക്കൗട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞ് വന്നിട്ട് ജസ്റ്റ് ഒരു കാർഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഇന്നലെയുള്ള പെയിന് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ കൂടുന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ന് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. സോ വിൽ ബിഗിൻ ദിസ്. എൻ്റെ ചാലഞ്ച് December 1 ഞാൻ സ്റ്റാർട്ട് ചെയ്യും. എത്രത്തോളം സക്സസ് ആവും എന്നറിയില്ല, പക്ഷേ ഞാൻ തന്നെ എൻ്റെ ബോഡിയെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ചലഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ അത്രയാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. ഞാൻ എൻ്റെ ജേണിക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ എന്ന രീതിയിൽ ഇതൊക്കെയാണ് ഞാൻ ചെയ്തേക്കണത്. സോ ഇനി നാളെ മുതൽ എൻ്റെ ജേണി സ്റ്റാർട്ട് ചെയ്യുന്ന വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എന്നെ ഫോളോ ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ ഫോളോ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. സോ നാളെ ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.